ഇറ്റ് വാസ് മൈ പാഷൻ. ഈ ഒരു പാഷൻ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. മെൻ്റൽ പവർ ലേഡീസിന് ഒരുപാടുണ്ട്, പക്ഷേ നമ്മളിങ്ങനെ ഇമോഷണൽ പാർട്ട് വരുമ്പോഴാണ് നമ്മളവിടെ ഫ്രജൈലാകുന്നത്. ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്, കുറേ ക്രിറ്റിസിസം പുറത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ ഇപ്പം വിചാരിക്കുന്നത് വെച്ചാൽ ഇത് നല്ലത് മാത്രം പിക്ക് ചെയ്തെടുക്കുക, ബാക്കി വരുന്ന ഡസ്റ്റ്ബിന്നിലിടുക, അത്രേ നമുക്ക് പറ്റുള്ളൂ. വേറെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. യു ഹാവ് ടു ചേസ് യുവർ ഡ്രീംസ്. നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. സ്റ്റേ ഫോക്കസ്ഡ്. ശരിക്കും ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി for the passion of these coconut products and my vision to create value added products. ഡൽഹിയിൽ ഒരു എക്സിബിഷൻ പോയപ്പോഴാണ് ഒരാൾ നമ്മുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് കോക്കനട്ട് മിൽക്ക് വായിൽ ഒഴിച്ചു കുടിച്ചു. എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഒരാളോ അത് ചെയ്യുന്നത്. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡും എയിംസും കൂടിയിട്ട് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ക്യാൻസറിന്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ക്യാൻസറിനെ തടയുന്ന കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സ്റ്റഡീസ് ഒക്കെ നമ്മൾ പുറത്തു വന്നാലേ ആൾക്കാർ അറിയും. ഇതൊക്കെ ലിമിറ്റഡ് പേഴ്സൺസ്. ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഐ തിങ്ക് ഈസ് ലാക്ക് ഓഫ് അവയർനെസ് about the goodness of this product. Total production of coconuts inde 69% യൂട്ടിലൈസ് ചെയ്യുന്നത് കമേഴ്സ്യൽ പർപ്പസിനാണ്. ഓൺലി 22% മാത്രമേ നമ്മൾ ഇങ്ങനത്തെ വാല്യൂ ആഡ് പ്രോഡക്ട്സിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. എനിക്ക് തോന്നുന്നു മാൻകൈൻഡ് ഡിസേർവ്സ് ദി ഗുഡ്നെസ് ഓഫ് ദിസ് കോക്കനട്ട് പ്രോഡക്ട്സ്. കേരളത്തിൻ്റെ ഏറ്റവും വലിയ നൊസ്റ്റാൾജിയ എന്ന് പറയുന്നത് നാളികേരാണ്. കേരളക്കര ഇത്രത്തോളം നെഞ്ചോടടുപ്പിച്ചൊരു ക്രോപ്പ് വേറെയില്ല. ആ ക്രോപ്പിനെ ലോകത്തിൻ്റെ എല്ലാ അറ്റത്തേക്കും ഏറ്റവും പ്യുവറായിട്ട് എത്തിക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീട്ടമ്മയാണ് ഹോട്ട് സീറ്റിൽ ഇന്നിരിക്കുന്നത്. വെൽക്കം ടു സിയോ സ്ക്വയർ അൺപ്ലഗ്ഡ്. അനം കീർത്തി പ്രസാദ്. ഹോട്ട് സീറ്റിൽ ഇന്നിരിക്കുന്നത് സുമില. നമസ്കാരം. ഓക്കെ, കെൻ യു പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ഫോർ സിയോ സ്ക്വയർ ഓഡിയൻസ്? I am Sumila Jayaraj. I am running an integrated coconut processing unit. കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ എങ്ങണ്ടിയൂരിലാണ് ഗ്രീനോറ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഒരു ഇൻ്റഗ്രേറ്റഡ് കോക്കനട്ട് പ്രോസസ്സിംഗ് യൂണിറ്റ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ പാരമ്പര്യവും പൈതൃകവുമായ നാളികേരത്തിൽ നിന്നുള്ള വിവിധ പ്രോഡക്ട്സാണ് നമ്മളവിടെ ചെയ്യുന്നത്. യാതൊരു പ്രിസർവേറ്റീവ് ചേർക്കാത്ത ഏറ്റവും പരിശുദ്ധമായ രീതിയിലുള്ള വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് മിൽക്ക്, റെഡി ടു യൂസ് കോക്കനട്ട് മിൽക്ക്, ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ, കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പിക്കിൾ, കോക്കനട്ട് ചട്നി, കോക്കനട്ട് സാമ്പാർ പൗഡർ, അതുപോലെ കോക്കനട്ട് റോസ്റ്റഡ് പൗഡർ, പിന്നെ കോക്കനട്ട് കുക്കീസ്, കോക്കനട്ട് ചോക്ലേറ്റ്. ഈ കുക്കീസും ചോക്ലേറ്റ്സിലും നമ്മൾ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് 15 to 20 days മാത്രമേ ഇതിൻ്റെ ഷെൽഫ് ലൈഫ് ഉള്ളൂ. അപ്പോൾ പ്രീ ഓർഡർ തന്നാൽ മാത്രമേ നമുക്കത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. കുട്ടികൾക്ക് പോലും കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനിയും ഇതിൽ നിന്ന് ഒരുപാട് വാല്യൂ ആഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. ഗ്രീനോറ മെൻഷൻ ചെയ്ത പോലെ ഗ്രീനോറയിലേക്ക് വരുന്നത് എങ്ങനെയാണ്, ആൻഡ് വാട്ട് ഈസ് യുവർ ലൈഫ് ബിഫോർ ഗ്രീനോറ? ബിഫോർ ഗ്രീനോറ ഞാൻ വേറൊരാളായിരുന്നു. വളരെ സൈലൻ്റ് ആയിട്ടുള്ള, ഇപ്പോഴും എൻ്റെ കൂടെ കോളേജിൽ സ്കൂളിലൊക്കെ പഠിച്ചവർ അതിശയത്തോടെയാണ് എന്നെ നോക്കിയിരുന്നത്. പബ്ലിക്കായിട്ട് സംസാരിക്കാൻ പോലും എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. ഞാൻ 2012 ഗ്രീൻ നട്ട് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടിനോട് ചേർന്ന് ചെറിയൊരു യൂണിറ്റ് നടത്തിയത്. അതായത് ഒരു 12.5 സെൻറ്റ് സ്ഥലമുള്ള വീട്, അതിൽ 2500 സ്ക്വയർ ഫീറ്റിൻ്റെ വീട്. അതിൻ്റെ സൈഡിലുള്ള ഒരു ചെറിയ സ്ഥലത്താണ് ഞാൻ ഗ്രീൻ നട്ട് ഇൻ്റർനാഷണൽ എന്ന് വളരെ റിസ്ക് എടുത്തിട്ട് ചെയ്ത ഒരു കുഞ്ഞു യൂണിറ്റ് ആയിരുന്നു. അതിനുശേഷം ഇത് 2021 നമ്മൾ ഈ ഗ്രീൻ നട്ട് ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ നമ്മൾ വെളിച്ചെണ്ണയും വെർജിൻ ഓയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ നിന്നാണ് നമ്മൾ കൂടുതൽ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത്. ഓക്കെ, ഹൗ ഓൾഡ് വർ യു വെൻ യു സ്റ്റാർട്ടഡ് ആദ്യത്തെ സംരംഭം? ആക്ച്വലി അതിനു മുമ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതായത് കുട്ടികൾ സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നിയത്. ഞാൻ പഠിച്ചതും എനിക്ക് അറിയാവുന്നതുമായി ഒട്ടും ഒരു ഫീൽഡല്ലത്. അപ്പോൾ അവിടെ ഒരു ഓഫീസ് അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റിലാണ് ഞാൻ കയറിയത്. അവിടെ എനിക്ക് വരുന്ന കോളുകളിൽ നിന്നൊക്കെയാണ് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇതിലേക്ക് കയറിയത്. അവിടെ ഒരു 3 വർഷം വർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എക്സ്പെരിമെൻ്റ് എന്നല്ല, ടു ബി ഫ്രാങ്ക്, ഇറ്റ് വാസ് മൈ പാഷൻ. അപ്പോൾ ഒരു പാഷൻ ഇപ്പോഴും അത് തന്നെയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു പാഷൻ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത്. ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി for the passion of these coconut products and my vision to create value added products. Okay, to showcase the versatility and the nutritional facts of this amazing
പ്രോഡക്റ്റ് കോക്കനട്ട്. ഓക്കെ. ഈവൻ ദോ നമ്മൾ കേരളത്തിലാണ് ജനിച്ചതും വളർന്നതും എല്ലാവരും കേരളത്തിലാണ്, ബട്ട് കേരളത്തിൽ ഈ നാളികേരത്തിനെ കുറിച്ചിട്ട് അറിയാം, പക്ഷെ നാളികേരത്തിൻ്റെ സവിശേഷതകളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഹൗ ടു യൂസ് വെറൈറ്റി ഓഫ് യൂസസ് ആണ്. ഇപ്പോൾ പറഞ്ഞു എത്രയോ പ്രോഡക്ട്സ് ഉണ്ട്, ഇതിന് ഇങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം എന്ന് അറിയുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും. മേ ബി പുറത്തുനിന്നുള്ള ആൾക്കാർക്കായിരിക്കും, വെസ്റ്റേണൈസ്ഡ് ആയിട്ടുള്ള കൾച്ചറിലുള്ള ആൾക്കാർക്കായിരിക്കും കേരള ഇസ് ഫോർ കോക്കനട്ട്, കേരള ഇസ് ഫോർ ലൈക്ക് കോക്കനട്ട് ട്രീ ഓർ ലൈക്ക് എന്താ പറയുക നാളികേരം എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുന്നത്. ലൈക്ക് ഇത്രയും എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റിനെ ഇങ്ങനെ വേൾഡ് വൈഡിൽ എത്തിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടിയില്ലേ? തീർച്ചയായിട്ടും. എന്നു വെച്ചാൽ ഇപ്പോൾ പലരും കൊപ്ര അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്നുള്ളൊരു കൺസെപ്റ്റ് എത്തിയിട്ടുള്ളൂ. അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. പണ്ടത്തെ കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ കാലത്തൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്, പാടത്ത് പണിക്ക് പോകുന്ന ലേഡീസൊക്കെ ഈ വെർജിൻ ഓയിൽ മീൻസ് വെളിച്ചെണ്ണ മുഖത്ത് പുരട്ടി പോവായിരുന്നു. അതൊരു സൺസ്ക്രീൻ ആണെന്നുള്ള കാര്യം അറിഞ്ഞിട്ടായിരിക്കും അതെനിക്കറിയില്ല. ഇറ്റ്സ് എ സൺസ്ക്രീൻ. അത് അറിഞ്ഞിട്ടാണോ അവർ യൂസ് ചെയ്തിരുന്നത് അറിയില്ല. അതുപോലെ തലയിൽ നിറയെ സമൃദ്ധമായിട്ട് തേക്കുമായിരുന്നു. ഒരു വീട്ടിൽ ഒരു ലേഡി പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ ആ വീട്ടിൽ അപ്പോൾ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുമായിരുന്നു, അതായത് തേങ്ങാപ്പാൽ തിളപ്പിച്ചിട്ട്. അതായിരുന്നു പ്രഗ്നന്റ് ലേഡി അതുപോലെ പ്രസവിച്ച കുഞ്ഞിനും തേപ്പിച്ചിരുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എഗെയിൻസ്റ്റ് ദി സ്ട്രെച്ച് മാർക്ക് ആൻഡ് ഓൾസോ ബെസ്റ്റ് ബേബി ഓയിൽ. ഇപ്പോഴും അതെ, നമുക്കറിയാം ബെസ്റ്റ് ബേബി ഓയിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ പണ്ടത്തെ കാലത്ത് ആൾക്കാർക്ക് അറിയില്ല എന്നല്ല, അത് നമ്മൾ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ പിന്നീട് അത് അക്സെപ്റ്റ് ചെയ്യാനൊന്നും മടിച്ചു എന്നുള്ളതാണ്. ഒരുപാട് പഠനങ്ങൾ ആയുർവേദത്തിൽ നടന്നിട്ടുണ്ട് ഇതിനെ പറ്റിയിട്ട്. ഇപ്പോൾ പല മരുന്നുകൾക്കും കോക്കനട്ട് മിൽക്കാണ് ബേസ് ആയുർവേദ മരുന്നുകൾക്കൊക്കെ. അപ്പോൾ ആ ഒരു ചേഞ്ച്, ഒരു ജനറേഷന്റെ ഒരു വ്യത്യാസത്തിലാണ് നമുക്ക്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, കുറേയൊക്കെ അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും ചില പ്രോഡക്ട്സിന് ഇപ്പോഴും ഒരു മടി. അതായത് ഇപ്പോൾ നമ്മൾ കോക്കനട്ട് മിൽക്ക് എന്ന് ഉണ്ടാക്കുന്നുണ്ട്, പായസമൊക്കെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് തേങ്ങ ചിരവണ്ട, പൊളിക്കണ്ട, ജസ്റ്റ് അത് ഒഴിക്കേ വേണ്ടുള്ളൂ. അതുപോലെ എല്ലാ കറികൾക്കും അത് പുറത്തൊക്കെ ഭയങ്കര ഡിമാൻഡാണ്. പക്ഷെ നമ്മളെ കേരളത്തിൽ ഇപ്പോഴും ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അതിൻ്റെയൊക്കെ ഒരു നമുക്ക് വിഷമമുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ നമുക്ക് അക്സെപ്റ്റൻസ് കിട്ടുന്നത് ഔട്ട് ഓഫ് കേരളയാണ്. അത് മെയിൻ ചാലഞ്ച് ആയിട്ട് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമുക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു വിഷമം, ഈ വാല്യൂ ആഡഡ് പ്രോഡക്ട്സിന് ഒരു ആക്സെപ്റ്റൻസ് കൊടുക്കണം. ഇപ്പോൾ ഒരു കമ്മീഷൻ്റെ ഒരു CACP എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കണക്ക് പ്രകാരം ടോട്ടൽ പ്രൊഡക്ഷൻ ഓഫ് കോക്കനട്ട്സിൻ്റെ 69% യൂട്ടിലൈസ് ചെയ്യുന്നത് കമേഴ്സ്യൽ പേർപ്പസിനാണ്. ബാക്കി വരുന്ന 31% ആണ് ഈ ഹൗസ് ഹോൾഡ് ആൻഡ് റിലീജിയസ് പേർപ്പസിന് യൂസ് ചെയ്യണം. ആ ഉണ്ടാക്കുന്ന 69%-ൽ ഓൺലി 22% മാത്രമേ നമ്മൾ ഇങ്ങനത്തെ വാല്യൂഡ് പ്രോഡക്ട്സിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം അതിൽ കൂടുതൽ നമുക്ക് അത് ആൾക്കാർ യൂസ് ചെയ്ത് വരണം, അതിന്റെ ഗുണങ്ങൾ അറിഞ്ഞു വരണം, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹം നമുക്കുണ്ട്. എനിക്ക് തോന്നുന്നു mankind deserves the goodness of this coconut products. It does actually. And another question, you are a woman and you were married when you started this journey, and you had babies, twins alle? Yes, you had twins. How did you manage? Were you sacrifices ഉണ്ടായിട്ടുണ്ടോ ലൈഫിൽ? Lot. To be frank, എൻ്റെ ഒരു കഴിവായിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ റെസിലിയൻസ് തന്നെയാണ്. ആക്ച്വലി ഒരു പേഷ്യൻസ്, റെസിലിയൻസ്, അതുപോലെ തന്നെ ഒപ്പം ഒരു ഡിറ്റർമിനേഷനും. അതാണ് എൻ്റെ അസറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ വിചാരിച്ചാൽ വരും, ഒപ്പം ഹാർഡ് വർക്കും ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. സാക്രിഫൈസ് തീർച്ചയായിട്ടും വേണ്ടി വരും. നമുക്ക് പുറത്ത് പോകണമെങ്കിലൊക്കെ നമുക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരുപാട് ക്രിറ്റിസിസം നമുക്ക് വേണ്ടി വരും. നമുക്ക് കുറേ യാത്ര ചെയ്താലേ ഇത് നമുക്ക് സക്സസ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അതൊരു ലേഡി ആയതുകൊണ്ട് തന്നെയാണെന്ന് എനിക്കറിയാൻ പറ്റും. അപ്പം കുറേ ക്രിറ്റിസിസം പുറത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ ഇപ്പം വിചാരിക്കുന്നത് വെച്ചാൽ ഇത് നല്ലത് മാത്രം പിക്ക് ചെയ്തെടുക്കുക, ബാക്കി വരുന്ന ഡസ്റ്റ്ബിന്നിലിടുക, അത്രേ നമുക്ക് പറ്റുള്ളൂ. യു ആർ ഇൻ കോക്കനട്ട് ഇൻഡസ്ട്രി. കോക്കനട്ട് ഇൻഡസ്ട്രിയിലുള്ള മെയിൻ ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ദി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഐ തിങ്ക് ഈസ് ലാക്ക് ഓഫ് അവയർനെസ് അബൌട്ട് ദ ഗുഡ്നെസ് ഓഫ് ദിസ് പ്രോഡക്റ്റ്. ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ഈ ഓയിൽ പുള്ളിങ് എന്നുള്ള കാര്യം ഒരുപാട് പുറത്തൊക്കെ ഇന്ത്യ ഫിലിം സ്റ്റാർസ് ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് ഓയിൽ പുള്ളിങ് വളരെ നല്ലൊരു കാര്യമാണ്. ഒരു മൗത്ത് ഫുൾ വെർജിൻ ഓയിൽ എടുത്തിട്ട് ഒരു 5 minutes നമ്മൾ ഗാർഗിൾ ചെയ്ത് തുപ്പിക്കളയുമ്പോൾ നമ്മുടെ ശരിക്കും ഇംപ്യൂർ ബ്ലഡാണ് നമ്മളവിടെ തുപ്പിപ്പോകുന്നത്. നാവുമ്മയുള്ള എല്ലാ ഇംപ്യൂരിറ്റീസും അതിൽ നിന്ന് എടുത്തിട്ട് കളയുന്നതാണ്. അത് ഒരുപാട് പേര് പുറത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്ഫുൾ. അപ്പം നമുക്ക് ഇവരിപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, കോക്കനട്ട് മിൽക്കും പുറത്ത് ഒരുപാട് എല്ലാവരും വാങ്ങിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇത് എന്തൊക്കെ കെമിക്കൽ ചേർത്തുണ്ടാവും എന്നുള്ളൊരു ഇതാണ്.
പല ഫേമസ് ബ്രാൻഡ്സിന്റെ എടുത്ത് നോക്കിയാൽ അവർ 3-4 പ്രിസർവേറ്റീവ് ചേർത്തിട്ടുണ്ടാവും. അവരുടെ ഫാറ്റ് പെർസെൻറ്റേജ് വളരെ കുറവായിരിക്കും. നമ്മളുടെ ഫാറ്റ് പെർസെൻറ്റേജ് എബൌട്ട് 21 ഉണ്ട്. അത് മാത്രമല്ല ഒരേ ഒരു പ്രിസർവേറ്റീവ് മിനിമൽ മാത്രമേ നമ്മൾ ആഡ് ചെയ്യുന്നുള്ളൂ. പക്ഷെ പൊതുവേ എൻ്റെ അടുത്ത് ഒരാൾ സംസാരിച്ചു, നമ്മുടെ നാട്ടിലെ കോക്കനട്ട് മിൽക്ക് അല്ലേ എന്തൊക്കെ വിഷത്തിൽ ചേർത്തിട്ടുണ്ടാവും. എക്സാക്ട്ലി. ഒരുപാട് എക്സ്പ്ലനേഷൻ നമുക്ക് കൊടുക്കേണ്ടി വരും. അത് പൊതുവേ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ ഡൽഹിയിൽ ഒരു എക്സിബിഷന് പോയപ്പോഴാണ് ഒരാൾ നമ്മുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ട് കോക്കനട്ട് മിൽക്ക് വായിൽ ഒഴിച്ചു കുടിച്ചു. എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ ഒരാളും അത് ചെയ്യുന്നു. നെവർ. ആ ഒരു അതൊരു പ്രീ കൺസെപ്ഷൻ ആണ്, അത് അങ്ങനെയായിരിക്കും. അത് ഭയങ്കരമായിട്ട് വെച്ചാൽ. പിന്നെ ഇപ്പോഴത്തെ ഒരു ലേറ്റസ്റ്റ് ചലഞ്ച് എന്ന് വെച്ചാൽ ഡേ ബൈ ഡേ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. കോക്കനട്ട് റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഭയങ്കര ടെൻഷനാണ്. കോക്കനട്ടിന്റെ അവൈലബിലിറ്റിയും അതനുസരിച്ചിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സെക്കൻഡ് തിങ്, നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നത് പുറത്തായതുകൊണ്ട്, ഇതിപ്പോൾ കേരള കർണാടക സദേൺ ബോർഡറിലാണ് ഇത്രയും, അവിടെ നിന്ന് തന്നെയാണ് മെയിൻലി കോക്കനട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ റേറ്റ് ആണ് കൂടുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ നമുക്കത് നമ്മളുടെ റേറ്റ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ അവിടെ ഒരു കോമ്പറ്റീഷൻ നമുക്ക് ഫീൽ ചെയ്യും. അത് ഒരു പ്രശ്നമാണ്. അങ്ങനെ കുറെ ചലഞ്ചസ് ഉണ്ട് നമുക്ക്. പിന്നെ എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളെക്കാൾ ഈസി ആയിരിക്കും. എല്ലാ പ്രൊസീജിയേഴ്സും നമുക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്കില്ലാന്ന് പറയാൻ പറ്റില്ല ബിസിനസ് ചെയ്യുന്നത്. ഈ ലിമിറ്റേഷൻസും ചാലഞ്ചസ് ഒക്കെ ഓവർകം ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാനീ പറഞ്ഞൊരു ഞാനൊന്ന് വെയിറ്റ് ചെയ്യും. ഏത് കലങ്ങിയ വെള്ളം കുറച്ച് നാൾ വെച്ച് കഴിഞ്ഞാൽ അത് തെളിഞ്ഞു വരും. പിന്നെ അതുപോലെ ഈ സ്ട്രഗിളൊക്കെ നമുക്കിപ്പോ ഏകദേശം ആയി. പിന്നെ നമ്മളുടെ വർക്ക് നമ്മൾ ചെയ്യുക, ബാക്കി ശരിയാവുന്നുള്ള ഒരു പ്രതീക്ഷ. അല്ലെങ്കിൽ നമ്മളത് ആലോചിച്ചിരുന്നാൽ നമുക്ക് എന്തായാലും നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ പ്രൊഡക്ഷൻ ജസ്റ്റ് ഒന്ന് കുറച്ചിട്ടുണ്ട്. മുമ്പത്തെ മാതിരി കൂടുതൽ പ്രൊഡക്ഷൻ നടത്തുന്നില്ല. ഇതിന്റെ റേറ്റ് എങ്ങനെയാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ബട്ട് ഇറ്റ് റിയലി എഫക്റ്റിംഗ് ദ മാർക്കറ്റ്. ഓക്കെ, നേരത്തെ ഓയിൽ പുള്ളിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത്, ദർ ഇസ് എ ലോട്ട് ഓഫ് വീഡിയോസ് വിച്ച് ഇസ് ഇൻ ദ മാർക്കറ്റ് ദാറ്റ് ദേ ആർ യൂസിങ് ദിസ് ഓയിൽ പുള്ളിങ്. ബട്ട് ഐ ഡിഡ് നെവർ നോ ദാറ്റ്. ലൈക്ക് ഞാനത് ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടായിരുന്നു. ബട്ട് ഐ വാസ് നോട്ട് അവെയർ ദാറ്റ് വാട്ട് ഈസ് ദിസ് യൂസ് ഫോർ. ഞാൻ വിചാരിച്ചു ഇവർ വെറുതെ ഇവരുടെ ഇൻഫ്ലുവൻസർ ചാലഞ്ചിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡെയിലി ലൈഫിൽ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യുമ്പോൾ അതിലൊരു കോണ്ടന്റിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണെന്നുള്ള. എഡ്യൂക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ കാലഘട്ടത്തിൽ? ശരിക്കും ഒരുപാട് ആവശ്യമുണ്ട്. എനിക്ക് തോന്നുന്നത് അത് നമ്മൾ കേരളത്തിൽ നിന്ന് തന്നെയാണ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, ബാഡ് ബ്രീത്ത് പോവാൻ വേണ്ടിയിട്ട് നല്ലതാണ്. വായിലെ അണുക്കളൊക്കെ നശിക്കാൻ വേണ്ടിയിട്ട് ഈ വെർജിൻ ഓയിൽ ബെസ്റ്റാണ്. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പം റീസെൻ്റ്ലി കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡും എയിംസും കൂടിയിട്ട് ഒരു സ്റ്റഡി നടത്തിയപ്പോൾ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ ക്യാൻസറിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ ക്യാൻസറിനെ തടയുന്ന കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അതിനെതിരെ വേണ്ടിയിട്ടുള്ള ഒരു ഓയിൻമെൻ്റ് ഒക്കെ ഇതിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പോവാണ്. പക്ഷേ ഈ സ്റ്റഡീസൊക്കെ നമ്മൾ പുറത്ത് വന്നാലേ ആൾക്കാർ അറിയും. ഇതൊക്കെ ലിമിറ്റഡ് പേഴ്സൺസ് മാത്രമേ ഇത് അറിയുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു അവയർനെസ് നമ്മുടെ നാട്ടിൽ നമ്മളുടെ സ്വന്തം പ്രോഡക്റ്റ്, നമ്മളുടെ എന്താ പറയുക പാരമ്പര്യവും പൈതൃകമാണ് നാളികേരം. അപ്പോൾ അതിൽ നിന്ന് ഇത്രയും പ്രോഡക്ട്സ് ഉണ്ടാക്കാൻ പറ്റും, അതിന് ഇത്രയും ഗുണങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ ഡിസേർവ് ചെയ്യുന്ന കാര്യം പോലും നമ്മൾ അറിയുന്നില്ല. അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ ആരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് ശരിക്കും വിഷമകരമായ ഒരു അവസ്ഥയാണ്. ഇൻഫർമേഷൻ ക്ലോസറ്റഡ് ആയി പോവാണ്. ദിസ് ഇസ് ഇൻ ദ ലൈക്ക് 4 walls. ആൾക്കാരിലേക്ക് അത് എത്തുന്നില്ല. എത്തിയാൽ മാത്രമാണ് നമുക്കിത് മനസ്സിലാക്കാൻ പറ്റുക. ഓക്കെ, ഇതിന് ഇങ്ങനെയും ഉപയോഗങ്ങളുണ്ട്. ശരിക്കും എഡ്യൂക്കേഷനാണ് ഇവിടെ നീഡഡ്. ആൻഡ് ഓൾസോ വിത്ത് എഡ്യൂക്കേഷൻ, ലൈക്ക് വാട്ട് ഈസ് നീഡഡ് ഫോർ ദിസ് ഇൻഡസ്ട്രി ടു ഡെവലപ്പ്? എനിക്ക് തോന്നുന്നു ഒരു മെയിൻ തിങ് ഒരു അവയർനെസ് തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് സ്കൂൾ സ്റ്റുഡൻസിന് വേണമെങ്കിൽ ഒരു ലെസൺ തന്നെ നമുക്കൊരു ഇതിന് വെച്ചിട്ട് നമ്മുടെ കേരവൃക്ഷം നമ്മുടെ നാടിനെ ബേസ് ചെയ്തിട്ട് ഒരു ചാപ്റ്റർ തന്നെ ഇതിനെ വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പൊ കുട്ടികളെ ചെറുപ്പത്തിലെ മനസ്സിലാക്കി വരുമല്ലോ. ജസ്റ്റ് എൻ്റെ ഒരു സജഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷെ അറിഞ്ഞിരിക്കേണ്ടതാണ് തീർച്ചയായിട്ടും. അതുപോലെ ധൈര്യമായിട്ട് എനിക്ക് പറയാൻ പറ്റും, ദ ബെസ്റ്റ് ബേബി ഓയിൽ എന്ന് പറയുന്നത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്. അപ്പൊ ചെറിയ ഉണ്ണിയുടെ വായയിൽ പോയാൽ പോലും യാതൊരു കുഴപ്പമില്ല. ഇപ്പൊ നമുക്ക് ചെറിയ കുട്ടികൾക്ക് ചോറ് കൊടുക്കുമ്പോൾ അതിൽ നമുക്ക് ഈ വെർജിൻ ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. നമ്മളുടെ വെർജിൻ ഓയിലിന്റെ ടെസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് 48.5% ലോറിക് ആസിഡ് ആണ്. ഈ സെയിം ലോറിക് ആസിഡ് തന്നെയാണ് മദേഴ്സ് മിൽക്കിലുള്ളത്. അതായത് അത് മോണലോറിനായിട്ട് ബോഡിയിലേക്ക് മാറുന്നു. നമുക്കറിയാം ഒരു കുട്ടി ഇത് ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയുന്നതാണ്, പക്ഷെ ഒരു ഫാക്റ്റാണ് എല്ലാവരും അറിയേണ്ടത്. ഒരു കുട്ടി ജനിച്ച 6 മാസം മുലപ്പാൽ മാത്രം കുടിച്ചിട്ടേ നിൽക്കുന്നത്. അപ്പൊ അത്രയും ഗുണങ്ങൾ, ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണത്. ഒരുപാട് നമ്മളെ അൽഷിമേഴ്സിനെതിരെ ഇനീഷ്യലി
നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ ഈ വെർജിൻ ഓയിൽ കഴിച്ചാൽ അത് മാറും എന്നുള്ളത് പ്രൂവൺ ആണ് സയന്റിഫിക്കലി. ഇത്രയും ഗുണങ്ങൾ ഉണ്ടായിട്ട് ഇത് എന്തുകൊണ്ടാണ് ഇത് ചർച്ച ചെയ്യാത്തത് കേരളത്തിൽ നിന്ന് ശരിക്കും നമുക്കൊരു വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. ആൻഡ് ഓൾസോ വീട്ടമ്മയായിരുന്നു, ആൻഡ് യു സ്റ്റാർട്ടഡ് ഓഫ് ആസ് ലൈക്ക് മദർ. എത്രത്തോളം വുമൺ ഓൺട്രപ്രണേഴ്സ് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ ക്വസ്റ്റ്യൻ മാർക്കാണ്. Because women are scared to enter this market. Women are scared to explore the market. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്ക് അവരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, യു ഹാവ് ടു ചേസ് യുവർ ഡ്രീംസ്. നമുക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. സ്റ്റേ ഫോക്കസ്ഡ്. നമ്മളൊരു മനസ്സിലൊരു ഡ്രീം വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യണം. ശരി, ബിസിനസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലീപ്പ് ഓഫ് ഫെയ്ത്ത്. ആ ലീപ്പ് നമ്മൾ തന്നെ ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്നത് നെക്സ്റ്റ് നമ്മളുടെ പെർസ്പെക്റ്റീവ് എന്താണോ അതൊരിക്കലും നമ്മളുടെ ഒരു നെഗറ്റീവായിട്ട് നമ്മൾ വിചാരിക്കരുത്. അത് നമ്മൾ പോസിറ്റീവായിട്ട് കണക്കാക്കിയിട്ട് നമ്മൾ തന്നെ അതിനായിട്ട് ഇറങ്ങണം. വേറെ ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ഇറങ്ങിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. പിന്നെ ഇതേപോലെ കുറേ ക്രിറ്റിസിസംസ് ഇതൊക്കെ ഉണ്ടാവുമായിരിക്കും. ഇതിനൊക്കെ നമ്മൾ തന്നെ ഫേസ് ചെയ്യേണ്ടി വരും. ഞാൻ പലതും പറഞ്ഞത് ഞാനൊരു ആമയും മുയലും തമ്മിലുള്ള റേസിലെ ആമയെ പോലെയാണ്. വലിയ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വരുമ്പോൾ ഞാൻ ഒന്ന് സ്ലോ ഡൗൺ ആവും, അതിനുശേഷം ഇതാവും. പിന്നെ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പെയിൻ ഈസ് എ സൈൻ ഓഫ് ഗ്രോത്ത്. നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ഗ്രോത്തിന്റെ ഒരു സൈനായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. അപ്പൊ തന്നെ നമുക്ക് എഡ്യൂക്കേഷനെ പറ്റിയിട്ട് പറയാറില്ലേ, റൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ഈസ് ബിറ്റർ ബട്ട് ഫ്രൂട്ട്. അതുപോലെ തന്നെയാണ് റൂട്ട് എപ്പോഴും ബിറ്റർ ആയിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് ബിറ്റർ ആയിരിക്കും. അത് നമ്മൾ മനസ്സിൽ കണ്ടിട്ട് തന്നെ ആദ്യം നമ്മൾ ഫ്രൂട്ടിന് വേണ്ടിയിട്ട് നിൽക്കരുത്. അത് നമ്മൾ സ്ലോലി നമുക്കത് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിനുള്ളൊരു പലപ്പോഴും ഒരുപാട് ലേഡീസ് നമ്മുടെ അവിടെ വന്നിട്ടുണ്ട്. എനിക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, ഇപ്പം ഇതേപോലത്തെ ഒരു ലെവലാണെന്ന് പറയുമ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറയാറുണ്ട്, ഞാൻ ആദ്യം ഇങ്ങനെ ആയിരുന്നില്ല. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ്. അല്ലാണ്ട് ഒരു ദിവസം നമ്മളുടെ യൂണിറ്റ് വന്ന് വിസിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് യൂണിറ്റ് വിസിറ്റ് ചെയ്തിട്ടെന്ന് ചോദിക്കുക, എന്നിട്ട് എനിക്ക് പുതിയത് തുടങ്ങാനാന്ന് പറയും. ഇതിൽ സയന്റിഫിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ പാസ്ചറൈസേഷൻ, ഡബിൾ പാസ്ചറൈസേഷൻ ആണ്, മിൽക്കിൻ്റെ മെത്തേഡ്, കുറേ കാര്യങ്ങളുണ്ട്. അതൊന്നും ഒരു ദിവസം വന്ന് കണ്ടിട്ട് പറ്റില്ല. പക്ഷെ ആർക്കും ചെയ്യാൻ പറ്റുന്നതാണിത്. ഹാവ് ടു ട്രൈ ഫോർ ദാറ്റ്. അതാണ്. പിന്നെ യു ഹാവ് ടു ലേൺ ഫ്രം അവർ മിസ്റ്റേക്സ്. നമുക്ക് എന്തായാലും മിസ്റ്റേക്സ് ഉണ്ടാവും. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ആരും വിജയിക്കില്ല, കുറേ ഫോൾസ് ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റ് വന്നിട്ടേ നമുക്ക് പറ്റുള്ളൂ. എക്സാക്ട്ലി. ദേ ആർ നോട്ട് റെഡി ടു ചേസ് ദ ഡ്രീം ട്വൈസ്. ഒന്നാമത്തെ വട്ടം പരാജയപ്പെട്ടു, ദേ ആർ സ്റ്റോപ്പിംഗ് ദാറ്റ്. യാ, ഡോണ്ട് ക്വിറ്റ്. അതാണ് നമ്മൾ ഞാൻ വരുന്നവരുടെ അടുത്ത് പറയാറ്. അവർക്കൊരു എംബിഷൻ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ട്രൈ ചെയ്യണം, അല്ലാതെ പറ്റില്ലല്ലോ. ആൻഡ് ഓൾസോ ലൈക്ക് there were lot of sacrifices. ഒരുപാട് ക്രിറ്റിസിസംസ് ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഫിനാൻഷ്യലി ഉണ്ടായിട്ടുണ്ട് പ്രോബ്ലംസ്. ഓക്കെ, ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. What drove you to your goal? What is the force that drive you to your goal? Actually, that's my passion. Yes. ആക്ച്വലി ബാങ്ക് മാനേജർ ഒരിക്കൽ, ഞാൻ എപ്പോഴും മറക്കാത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ബാങ്ക് മാനേജർ ഒരിക്കൽ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മാഡം എന്തിനാ ഇത്ര അധികം കഷ്ടപ്പെടുന്നേ? ഒരുപാട് എനിക്ക് ലോൺ കിട്ടാൻ ഏകദേശം ഒരു 9 months നടന്നിട്ടുണ്ട്. എന്നിട്ട് അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ബാങ്ക് മാനേജറൊക്കെ നല്ല ആളായിരുന്നു. പക്ഷെ അവരുടെ കുറേ ഒഫീഷ്യൽ മാറ്റേഴ്സ്, ഡോക്യുമെന്റേഷനിലുള്ള കുറേ പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു. പക്ഷെ എന്തിനാ മേഡം എത്ര കഷ്ടപ്പെടുന്നത്? ഹസ്ബൻഡിന് ജോലിയില്ലേ, സമാധാനമായിട്ട് ജീവിച്ചാൽ പോരെ. പക്ഷെ എൻ്റെ ഡ്രീം ആയിരുന്നു അത്. എൻ്റെ പാഷൻ എന്നെ കൊണ്ടെത്തിച്ച ഒരു ഡ്രീം ആയിരുന്നു. ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നു എന്നുള്ളൊരു ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, നമുക്കൊരു ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റും. എന്നുവെച്ചാൽ ഒന്നിനെയും ഉപേക്ഷിച്ചുകൊണ്ടോ ഒന്നിനെയും കൺസിഡർ ചെയ്യാതെയും അല്ല, എല്ലാറ്റിനെയും കൺസിഡർ ചെയ്തുകൊണ്ടും എല്ലാതും ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ. അറ്റ്ലീസ്റ്റ് ഞാൻ മരിച്ചു പോയാലും ഒരു സിഗ്നേച്ചർ ഇട്ടിട്ട് പോകാൻ പറ്റുമല്ലോ. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുക, ഒരുപാട് പേര് നമ്മളോട് വിഷമങ്ങൾ പറയാം. പിന്നെ ഒരുപാട് ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞു തോന്നുന്നു, ഒരു ലേഡി എന്നെ വിളിച്ചിട്ട്, ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് കുട്ടിക്ക് നിങ്ങളുടെ വെർജിൻ ഓയിലാണ് തേക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതുപോലെ ഒരു ക്യാൻസർ പേഷ്യൻറ്റ് നമ്മളുടെ വെർജിൻ ഓയിൽ വാങ്ങിച്ചിട്ട് പറഞ്ഞ വാക്കുകൾ, അങ്ങനെ കുറേ പേര് അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ഒരു പരിചയമില്ല, ഒരിക്കൽ പോലും നമ്മളെ കണ്ടിട്ടില്ലാത്ത, യാതൊരു പരിചയമില്ലാത്ത ആൾക്കാർ ദൈവത്തിന് ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ നമ്മളോട് പറയുമ്പോൾ ആ ഒരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തോന്നുന്നു വേറെ എവിടെ നിന്നും കിട്ടില്ല. ഓൾസോ നമ്മൾ പാഷനെ കുറിച്ച് സംസാരിച്ചു. ബട്ട് ദെൻ യു സ്റ്റഡീഡ് സുവോളജി. എ പേഴ്സൺ ഹു സ്റ്റഡീഡ് സുവോളജി came to an industry like a coconut. What is the connection? No connection. I haven't showed my certificate to anybody till this time. And also that is one, main thing that matters, because certification doesn't matter. Doesn't matter. Yeah.
ആൻഡ് ഐ ഡോണ്ട് നോ എത്ര ആൾക്കാർക്ക് ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റും, ബിക്കോസ് ദേ ആർ ഗോയിങ് ഫോർ UG PG സ്റ്റഡീസ്, ബട്ട് how many people are coming to an industry where there is risk but there is also freedom. ഓക്കെ, അതാണ് നമ്മൾ പഠിച്ചതോ നമ്മൾ എന്താണ് നമ്മൾ ആ ഫീൽഡേ അല്ല എനിക്ക് വന്നത്. എനിക്ക് തോന്നുന്നു ലൈഫിലല്ല, എൻ്റെ ലൈഫിൽ ഫുൾ ട്വിസ്റ്റാണ് ഉണ്ടായിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഞാൻ പരിചയപ്പെട്ട ഒരുപാട് പേർക്കും നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്തൊന്നും നമ്മൾ എത്തില്ല. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും ഒരു പാഷൻ ഉണ്ടായിരിക്കും, എന്തിനോടെങ്കിലും എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ഇഷ്ടമില്ലാത്ത ആരുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ നമ്മൾ ചേസ് ചെയ്യണം, അത് ഡെവലപ്പ് ചെയ്തിട്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്കൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ഇഷ്ടമില്ലാത്ത ഒരു ജോലി ചെയ്യുകയാണെങ്കിൽ പോലും, നമുക്ക് ഇഷ്ടമില്ലാത്ത ചെയ്യുകയാണെങ്കിൽ ഏതുനേരം നമ്മൾ അതിനെ ശപിച്ചുകൊണ്ട് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. എന്നും സൺഡേ ആയെങ്കിൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ അതാണ്. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഇഷ്ടമുള്ളത് കൂടിയാകുമ്പോൾ, വർക്കായാലും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഹാപ്പി ആയിരിക്കും. It is like the says like love the work you live. It's like that. And also എത്ര പേർക്ക് ജോലി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ? 15 പേർക്കാണ് കൊടുക്കുന്നത്. നമുക്ക് വലിയ ഓർഡറൊക്കെ വന്നാൽ കൂടുതൽ പേരുണ്ടാവും. അല്ലാത്തപ്പോൾ നമുക്ക് പലപ്പോഴും പല സമയത്താണ്. വലിയ ഓർഡർ വരുമ്പോൾ നമുക്ക് കൂടുതൽ ആൾക്കാർ, അല്ലെങ്കിൽ കുറവുണ്ട്. 15 പേർക്ക് പ്രൊവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും? ഭയങ്കര സന്തോഷം. ശരിക്കും അതൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. അത് നമ്മളെ ആശ്രയിച്ച് ജീവിക്കുക എന്നൊക്കെ പറയുന്ന കുറച്ച് പേരുണ്ടാവുക. കുറെ പേര് ഹൈലി എഡ്യൂക്കേറ്റഡ് ആയി, നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവരും ഉണ്ടാവും. നമ്മൾ കൊടുത്തില്ലെങ്കിലും വേറെ ആരെങ്കിലും അവർക്ക് ജോലി കൊടുക്കില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അത് ഞങ്ങൾ പുതിയതൊരെണ്ണം തുടങ്ങിയിട്ടുണ്ട്, കോക്കേരാസ് എന്ന് പറഞ്ഞിട്ട്. അത് കോസ്മെറ്റിക് സെക്ഷനാണ്. ഇതിന്റെ ബൈ പ്രോഡക്ട്സ് വെച്ച് ചെയ്യുന്നതാണ്. അതും ഭയങ്കര ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ളത്. മാക്സിമം നമ്മൾ കെമിക്കൽസ് ചേർക്കാതെ ചെയ്യുന്നതാണ്. അത് വിത്തിൻ 2 months ലൈസൻസ് കിട്ടിയിട്ടില്ല. നമ്മൾ ഫർണിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂർ പുഴയ്ക്കൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിലാണ്. ഓക്കെ. ബ്യൂട്ടി ഇൻഡസ്ട്രി ഈസ് ചേഞ്ചിങ് ലൈക്ക് ഡേ ടു ഡേ. ഞാനിപ്പോൾ ലൈക്ക് ഇൻഫ്ലുവൻസേഴ്സിൻ്റെ വീഡിയോ കാണുമ്പോൾ ദേ ആർ ഗോയിങ് ഫോർ തിങ്സ് ദാറ്റ് ഡസൻ ഹാവ് കെമിക്കൽസ് ഇല്ലാത്ത പ്രൊഡക്റ്റിലേക്ക്, അല്ലെങ്കിൽ 0 കെമിക്കൽസ് എന്നുള്ള രീതിയിലേക്ക് അവർ മാറുന്നുണ്ട്. ആ ഒരു മാറ്റം എങ്ങനെ ഹെൽപ്ഫുൾ ആവും നമ്മുടെ പ്രൊഡക്ട്സിന് വേണ്ടിയിട്ട്? തീർച്ചയായിട്ടും വളരെ ഹെൽപ്ഫുൾ ആവും. എനിക്കൊരു വളരെ കോൺഫിഡൻസ് തോന്നുന്ന ഒരു മേഖലയായിട്ടാണ് ഇത് ഫീൽ ആയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ ഹെയർ ക്രീമൊക്കെ ഉണ്ടാക്കുന്നതിൽ ഒരു കെമിക്കലും ചേർക്കുന്നില്ല. ഒറ്റ കെമിക്കലും ചേർക്കാണ്ട് നല്ല റിസൾട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് പേർക്ക് യൂസ് ചെയ്തിട്ട് വളരെ നല്ലതാണ്. അതുപോലെ ഒരു ഹെയർ സിറം, അതുപോലെ ബോഡി ക്രീം, അത് ഞാൻ വരുന്നവർക്കൊക്കെ കുറച്ച് കൊടുക്കുമ്പോൾ എല്ലാവരും അത് പർച്ചേസ് ചെയ്യാനാണ് നോക്കുന്നത്. ഞാൻ പറഞ്ഞത് ട്രയലാണ്, പക്ഷെ എല്ലാവരും എനിക്ക് തോന്നുന്നു അത് ക്ലിക്ക് ആവുന്നതിന് ഒരു നമുക്കൊരു ഫീൽ ഇല്ല. അത് അങ്ങനത്തെ ഒരു പോസിറ്റീവാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. ആൻഡ് ഓൾസോ ഐ വോണ്ട് ടു ആസ്ക്, നമ്മളിപ്പോൾ സംസാരിച്ച ഒരുപാട് കാര്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഒരു 80% കാര്യങ്ങളും നെഗറ്റീവായിരുന്നു. ഈ നെഗറ്റിവിറ്റീനെ എങ്ങനെയാണ് ഡീൽ ചെയ്യണേ? ആക്ച്വലി നെഗറ്റിവിറ്റീനെ പറ്റി ഞാൻ ആലോചിക്കാറില്ല. ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കാൻ കിട്ടില്ല. ഞാനത് മനസ്സ് ബ്ലാങ്ക് ആക്കിയിടും. പക്ഷെ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, പെയിൻ ഈസ് ദ സൈൻ ഓഫ് ഗ്രോത്ത് എന്ന്. അതുപോലെയാണ് ഇപ്പൊ ഈ ആമയും മൊയിലും കഥ പറഞ്ഞതും അത് തന്നെയാണ് സ്ഥിതി. നമ്മളൊന്ന് സ്ലോ ഡൗൺ ആവണമെന്നേ ഉള്ളൂ. അത് സ്ലോലി അത് മാറി വരാതിരിക്കില്ല. പിന്നെ എല്ലാ സക്സസിന്റെ പിന്നിലുള്ള ഇതും അത് തന്നെയാണല്ലോ. നമ്മള് സ്റ്റഡിങ്, ലേണിംഗ്, സാക്രിഫൈസ് എല്ലാം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അത് അതിന്റെ ഒരു പാർട്ടായിട്ട് മാത്രമേ കരുതുള്ളൂ. യു നോ വൈ ഐ ആസ്ക് ദാറ്റ് ക്വസ്റ്റ്യൻ? ബിക്കോസ് ഫീമെയിൽസ് ആർ വെരി ഫ്രജൈൽ എന്നുള്ളൊരു തോട്ട് ഫീമെയിൽസിനുണ്ട്, മെയിൽസിനുണ്ട്. ലൈക്ക് ഒരു കാര്യം ആക്സെപ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ദേ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് ഇറ്റ് ഡിസ്ട്രോയ്സ് ദം. ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഹൗ ഇമ്പോർട്ടൻറ്റ് ഫോർ വിമൻസ് ടു ഇഗ്നോർ ഓൾ ദീസ് സൈൻസ്? എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഇമോഷൻസ് ആണ്. ഇപ്പോൾ എക്സാമ്പിൾ മദർഹുഡ്, മാതൃത്വം, എന്തൊക്കെ പറഞ്ഞാലും അതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടൊക്കെയാണ് നമ്മൾ അങ്ങനെ ഫ്രജൈൽ എന്ന് പറയുന്ന റീസൺ. എനിക്ക് തോന്നുന്നു മെൻ്റൽ പവർ ലേഡീസിന് ഒരുപാടുണ്ട്. പക്ഷേ നമ്മളിങ്ങനെ ഇമോഷണൽ പാർട്ട് വരുമ്പോഴാണ് നമ്മളവിടെ ഫ്രജൈലാകുന്നത്. ഇപ്പോൾ ഒരു ലേഡിക്ക് ഒരു നല്ല ജോലിയുണ്ട്, പക്ഷെ അവർക്ക് ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് തൽക്കാലം പോകാൻ പറ്റില്ല. ഇപ്പൊ പൊക്കോന്ന് പറഞ്ഞാലും പോകാൻ പറ്റുമോ? അത് അവർ ഫ്രജൈൽ ആയതുകൊണ്ടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുടെ ഇമോഷണൽ പാർട്ടാണ്. പിന്നെ കുറേ കാര്യങ്ങളിൽ എപ്പോഴും സൂപ്പർ പവർ മാനാണല്ലോ. വേറെ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. ഈ പ്രഗ്നൻസി, ബർത്ത്, അതുപോലെ ഹെൽത്ത് വൈസ് ഒക്കെ നമ്മൾ കുറച്ച് പുറകിലാണ്. അപ്പം അതിൻ്റെ കുറച്ച് നമുക്കുണ്ടാവും. അതിനെയാണ് ഫ്രജൈൽ എന്ന് പറയുന്നത്. പക്ഷേ ആക്ച്വലി ഒരിക്കലും ഫ്രജൈലാന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് തോന്നുന്നത് പല കാര്യത്തിലും
ആണുങ്ങളെക്കാൾ ഉയർന്നിട്ട് തന്നെയാണ് ലേഡീസ് നിൽക്കുന്നത് എന്നാണ് എൻ്റെ ഒരു പ്രാക്ടിക്കൽ നോളജ് എസ്പെഷ്യലി. കോക്കനട്ടിനെ കുറിച്ചിട്ടും ഈ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ടും ഒരുപാട് മിത്സ് ആൾക്കാർക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താ പറയുക, അൺസോൾട്ടഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് വരുന്നത്. വാട്ട് ആർ ദ മിത്സ് അബൌട്ട് ദിസ് ഇൻഡസ്ട്രി? ആക്ച്വലി ഒരു കാലത്ത് ഉണ്ടായിട്ടുള്ള ഒരു പ്രോപ്പഗാൻഡയാണ്. അത് വെസ്റ്റേൺ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഈ പാം ഓയിലിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ഇത് ഹൃദയാരോഗ്യത്തിനെ എതിർക്കുന്നു പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പഗാൻഡ ഉണ്ടായതാണ്. അതുകൊണ്ടാണ് ആൾക്കാർ വെളിച്ചെണ്ണ കൊളസ്ട്രോൾ കൂട്ടുന്നു, ഹൃദയാരോഗ്യം നഷ്ടപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രോപ്പഗാൻഡ ഉണ്ടായത്. ലേറ്റർ ഓൺ അവരെന്നെ അത് മാറ്റിയിട്ട് അവരെന്നെ തിരിച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി ഇത് മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ്സ് ആണ് വെർജിൻ ഓയിലുള്ളത്. അതൊരിക്കലും അത് സാച്ചുറേറ്റഡ് ഫാറ്റ് ആണെങ്കിൽ പോലും അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്നതാണ്. അതൊരിക്കലും ബ്ലഡ് വെസലിൻ്റെ ഉള്ളിൽ ക്ലോട്ട് ഉണ്ടാക്കുന്ന കട്ട പിടിച്ച് കിടക്കുന്നതല്ല. അത് ബൈലിൽ എത്തിയിട്ട് പെട്ടെന്ന് തന്നെ അത് ഡൈജസ്റ്റ് ആവുന്നതാണ്. പക്ഷേ മറ്റ് സാച്ചുറേറ്റഡ് ഓയിൽസ് ഒന്നും അങ്ങനെയല്ല. അപ്പോൾ അത് ഈ MCT ഓയിൽ ആയതുകൊണ്ടാണ് ഇത് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അത് ഇതിൽ സമയം തികയില്ല, അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് പറയുന്നുള്ളൂ. ഇത് MCT ഓയിൽ എന്ന് പറഞ്ഞിട്ട് അത് മാത്രമായിട്ട് എടുത്തിട്ട് വിൽക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ തായ്ലാൻഡിലൊക്കെ എക്സിബിഷന് പോയപ്പോൾ കണ്ടിരുന്നു. ഇപ്പം നമ്മൾ ഈ ചെയ്യുന്നതിൻ്റെ തന്നെ ഓരോ സെക്ടർ, ഇപ്പം ലോറിക് ആസിഡ് മാത്രമായിട്ട് ക്യാപ്സ്യൂളാക്കാൻ പറ്റുന്നു എന്ന് അന്വേഷിച്ച് നടക്കുന്ന ടീമുകളുണ്ട്. അപ്പം അതൊരു വലിയൊരു മേഖലയാണ് അതിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ നമുക്ക് ആ പ്രോപ്പഗാൻഡയ്ക്ക് ഇപ്പം മാറി, അങ്ങനെ ഒരു ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഇപ്പോഴും കുറേ പേര് അതിൽ തന്നെ വിശ്വസിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ സ്മോക്കിംഗ് പോയിന്റ് ഓഫ് വെർജിൻ കോക്കനട്ട് ഓയിൽ മറ്റേതിനേക്കാളും വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് വറക്കാനും പൊരിക്കാനൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത് വെർജിൻ ഓയിൽ യൂസ് ചെയ്യുന്നതാണ് കമ്പയർഡ് ടു അതർ ഓയിൽസ്. ബട്ട് ഇതിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻസും എഡ്യൂക്കേഷൻസും ആളിലേക്ക് എത്തുന്നില്ല. To create an awareness about the goodness of this product. You started off as very late, if we say about this, because സാധാരണ ഒരാൾ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലത്ത് നോക്കുകയാണെങ്കിൽ 20s ബട്ട് യു സ്റ്റാർട്ടഡ് ഓഫ് ആസ് വെരി ലേറ്റ്. ഇപ്പോഴും പല ആൾക്കാരും ലേറ്റായി എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുന്നുണ്ട്. ആൾക്കാരോട് പറയാൻ എന്താ ഉള്ളത്? ഒരിക്കലും ലേറ്റ് ആയിട്ടില്ല. കാരണം നമ്മളുടെ മക്കളൊക്കെ അവരുടെയൊക്കെ മാരേജ് ഒക്കെ കഴിഞ്ഞ് അവരൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. നമ്മൾ അപ്പോൾ പിന്നെ ആലോചിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ഒരുപാട് അന്ന് ഞാൻ അത് ആഗ്രഹിച്ചിരുന്നു, ഇന്ന് ആഗ്രഹിച്ചിരുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ശരിക്കും ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ. നമുക്ക് ഇനിയും ചെയ്യാനും മരിക്കുന്നത് എന്നാന്നും നമുക്കറിയില്ല. പക്ഷെ അതുവരെ നമ്മൾ എനർജറ്റിക് ആയിട്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആലോചിച്ച് വിഷമിക്കാനൊന്നും ടൈമില്ല. ഫുൾ ടൈം ബിസിയാണ്. അപ്പൊ നമ്മൾ ഈ മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറഞ്ഞിരിക്കുക, അങ്ങനെ ഇരുന്ന് പറഞ്ഞിരിക്കാനൊന്നും നമുക്ക് ടൈമില്ല. അപ്പൊ നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളൊക്കെ മാറിയിട്ട് നമുക്ക് പോസിറ്റീവ് ചിന്തകൾ കൊണ്ടുവരണമെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാവരും എന്തിലെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കണം. നമ്മൾ ഒരിക്കലും വെറുതെ ഇരിക്കരുത്, എത്ര ഏജ്ഡ് ആയാൽ പോലും. അപ്പൊ നമുക്ക് കുറെ പോസിറ്റീവ് ചിന്തകൾ നിറയും. നമ്മൾ ഏജ് ഫീൽ ചെയ്യില്ല. നമ്മൾ ഓൾവേസ് ബിസി ആയിരിക്കും. നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവും. We'll always keep a smile on the face. Like you. So that is what matters, right? And also I wanted to ask, what is the future of Green Aura? Always positive. And my dream, അതായത് വേൾഡ് മൊത്തം നമ്മളുടെ പ്രോഡക്റ്റ് കിട്ടണം. കോക്കനട്ട് എന്ന് ആലോചിക്കുമ്പോൾ ദിസ് ഇസ് ഓൺലി മൈ ഡ്രീം. കോക്കനട്ട് പ്രോഡക്ട്സ് എന്ന് ആലോചിക്കുമ്പോൾ ഗ്രീൻ ഓറേനെ പറ്റി ആലോചിക്കണം. വേൾഡ് വൈഡ് നമ്മുടെ പ്രോഡക്റ്റ് അവൈലബിൾ ആവണം. പിന്നെ mankind deserves this goodness of this coconut products through Green Aura. Yeah, that is the slogan, goodness of coconut. മലയാളത്തിൽ എന്തോ പറയുന്നുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ടാഗ് ലൈൻ ഇസ് ഹൃദയം പറയും നല്ലതെന്ന്. ആക്ച്വലി ഹാർട്ടിനും നല്ലതാണ് കുറച്ച് ഓയിൽ, അത് കൂടുതലല്ല പക്ഷെ വെച്ചിട്ടില്ല. അപ്പോൾ ശരിക്കും അത് പറയാന്ന് വെച്ചെങ്കിൽ ഹൃദയം പറയും നല്ലതെന്ന്. അതാണ് ശരിക്കും. അപ്പോൾ അതുപോലെ തന്നെ കുറേ പേർക്ക് തൊഴിൽ കൊടുക്കാം. അതുമാത്രമല്ല ഇൻഡയറക്ട്ലി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഓട്ടോ ഡ്രൈവേഴ്സ് ആയാലും നമ്മൾ കുറേ പാക്കിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ കുറേ ഇൻഡസ്ട്രീനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഫാമേഴ്സിൻ്റെ നിന്ന് കോക്കനട്ട് കളക്ട് ചെയ്യും. അപ്പോൾ ഫാമേഴ്സിനും അതൊരു ഹെൽപ്പാണ്. പിന്നെ നമ്മളെ പോലുള്ളവർക്കൊന്നും ആരും വില കുറച്ച് തരില്ല. ഈ ഏജന്റുമാർക്ക് വില കുറച്ച് കൊടുത്തു വെച്ചാലും നമ്മളൊക്കെ ചെയ്യുമ്പോൾ വില കൂട്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ലേഡീസിന് നമുക്കൊരു കൂടുതൽ ലേഡീസാണ് നമ്മളവിടെ എംപ്ലോയ്മെൻറ്റ് സപ്ലൈ ചെയ്യാൻ നമുക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ അതോടൊപ്പം തന്നെ ഇതിന്റെ ഗുഡ്നെസ് മാക്സിമം എത്തിക്കുക ഇതേപോലെയുള്ള മീഡിയയിൽ കൂടെ. സോ ദിസ് കോൺവെർസേഷൻ വിച്ച് ഹാപ്പൻഡ്, ഇത്
ഞാൻ ഇൻ്റർവ്യൂ എടുക്കുന്നതിന് മുന്നേ എൻ്റെ മനസ്സിലെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ വന്ന് ഇൻ്റർവ്യൂ എടുത്ത് പോകുന്നു എന്നായിരുന്നു. ബട്ട് ദിസ് വാസ് മോർ ഓഫ് എൻ എഡ്യൂക്കേറ്റീവ് സെഷൻ ഫോർ മീ. ആൻഡ് ഓൾസോ ഈ എഡ്യൂക്കേഷൻ നമ്മൾക്ക് ആൾക്കാരിലേക്ക് എത്തിക്കണം. ഇതാണ് ഈ പോഡ്കാസ്റ്റിൻ്റെ പേർപ്പസ് ആയിട്ട് ഞാൻ ഇപ്പോൾ കാണുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി ദാറ്റ് നാളികേരത്തിനെ ലോകമെമ്പാടും എത്തിക്കാൻ ഒരാൾ കേരളത്തിൽ നിന്ന് കഷ്ടപ്പെടുക, അതും ഒരു വനിത. ദാറ്റ് ഈസ് വാട്ട് ദ empowerment statement is. That is what unique, that is what makes you unique. And I'm so happy that you became a part of CO Square Unplugged, and I'm so happy we had the privilege to host you. Thank you so much for coming. Thank you so much.